ഫ്രണ്ട്സ്, ഇന്നൊരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തേങ്ങ അരയ്ക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. 1/2 കിലോ വെള്ളരിയാണ് പച്ചടി റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളരിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു പാന് ഗ്യാസുമ്മ വെച്ചിട്ട് അതിലോട്ട് വെള്ളരി ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളവും 3-4 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 10-12 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. വെള്ളരിയിൽ നിന്നും വെള്ളം ഇറങ്ങാനുള്ളത് കൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം തന്നെ ഇത് വേവിക്കാനായിട്ട് മതിയാകും കേട്ടോ. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷം വേണം തൈരിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ചൂടോടെ ഇട്ട് കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകും കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 10-15 അണ്ടിപ്പരിപ്പും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം 2-3 ടീസ്പൂണ് തൈരും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. വെള്ളരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് പച്ചടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ. ഒരു കയ്യിൽ വെച്ചിട്ട് ആ തൈരിനൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കടുകും തൈരും ചേർത്തിട്ടുള്ള മിക്സർ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളരി കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കണം. അതിനായിട്ടൊരു ചട്ടി ഗ്യാസുമ്മ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂണ് നല്ല ജീരകവും 2-3 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പച്ചടി റെഡിയാക്കാനായിട്ട്. തേങ്ങയില്ലാതെ വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയൊരു പച്ചടിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.